ക്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ പാർട്ട് 13 വീഡിയോ ആണിത്. വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായി ഓപ്പൺ ആയി കിടക്കുന്ന ടാബാണ് ഹോം ടാബ്. നമുക്ക് കൂടെ ആവശ്യമായി വരുന്ന കമാൻഡ്സൊക്കെയാണ് ഈ ഹോം ടാബിലെ റിബണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ് എന്നിങ്ങനെ ഓരോ ഗ്രൂപ്പുകളിലായിട്ട് ഒരേ സ്വഭാവമുള്ള കമാൻഡ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. നമുക്കിപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പായ ക്ലിപ്പ് ബോർഡിലെ കമാൻഡ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ പേസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു പിക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട്, അതിനെ സൂചിപ്പിക്കുന്ന ഒരു പിക്ചർ, കോപ്പി, അതിൻ്റെ പിക്ചർ, പിന്നെ ഫോർമാറ്റ് പെയിൻറ്റർ, അതിൻ്റെ പിക്ചറും കാണാം. ഇവിടെ ഒരു ചെറിയ ആരോ മാർക്ക് കാണാം. ഇതിനെ ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്നാണ് പറയുന്നത്. സ്ഥലപരിമിതി മൂലം ഇവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കാതെ പോയ കമാൻഡ്സ് ആണ് ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും അതിനകത്ത് ലഭിക്കുന്നത്. ഇതേ ലോഞ്ച് ബട്ടൺ എല്ലാ ഗ്രൂപ്പിലും നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഇവിടേക്ക് നോക്കുമ്പോൾ പേസ്റ്റിൻ്റെ പിക്ചർ, കട്ട്, കോപ്പി അതൊക്കെ ഒരു പെയിൽ കളറിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ആക്റ്റീവ് അല്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ കമാൻഡ്സൊക്കെ ആക്റ്റീവ് ആകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണുന്ന പേസ്റ്റ് എന്നുള്ള കമാൻഡ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ കട്ട് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ചെയ്ത സംഭവത്തെ പേസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കമാൻഡ് പഠിക്കാനായിട്ട് കട്ട് ചെയ്യുകയും കോപ്പി ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊരു ഐറ്റവും കട്ടോ കോപ്പിയോ ചെയ്യണമെങ്കിൽ ആദ്യം അത് നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കട്ട്, കോപ്പി എന്നെഴുതിയിരിക്കുന്ന ഈ ഭാഗം ആക്റ്റീവ് ആകുന്നത് നമുക്ക് കാണാം. അതായത് ഇതിൻ്റെ കളർ ഇച്ചിരി കൂടി ഒന്ന് ബോൾഡ് ആകുന്നത് നമുക്ക് കാണാം. ഉദാഹരണമായി ഇവിടെ ഡയലോഗ് എന്നുള്ള ഈ ഒരു വേർഡ് നമുക്ക് കട്ട് ചെയ്ത് താഴോട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു വേർഡ് സെലക്ട് ചെയ്യണം. അതിനായിട്ട് മൗസ് പോയിൻ്റർ ഡിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് റൈറ്റിലേക്ക് മൗസ് അല്പം ഒന്ന് നീക്കി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ മൗസ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ നമുക്ക് റിലീസ് ചെയ്യാം. ഇപ്പോൾ ഡയലോഗ് എന്നുള്ള വേർഡ് സെലക്റ്റഡ് ആയി. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിവിടേക്ക് നോക്കുമ്പോൾ ഇത് അല്പം ബോൾഡ് കളറിൽ ആക്റ്റീവായി വന്നിരിക്കുന്നത് കാണാം. അതായത് ഈ രണ്ട് കമാൻഡ്സും നമുക്കിപ്പോൾ ഉപയോഗിക്കാം എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് കട്ട് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. അതിനായിട്ട് മൗസ് പോയിൻ്റർ കട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ സിംഗിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡയലോഗ് എന്നുള്ള വേർഡ് കട്ടായി. ഇനി ഈ കട്ടായിരിക്കുന്ന വേർഡ് നമുക്ക് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്? താഴെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഏതൊരു ഐറ്റവും ടൈപ്പ് ചെയ്യാനായാലും പേസ്റ്റ് ചെയ്യാനായാലും കേഴ്സർ ആദ്യം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ കേഴ്സർ ഇവിടെ നിൽക്കുകയാണ്, ബ്ലിങ്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് കാണാം. ഇനി അതിനെ ഇവിടെ കൊണ്ടുവരാനായിട്ട് നമ്മൾ വെറുതെ എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ കേഴ്സറിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള അത്രയും വേർഡ്സും കൂടെ ഒന്നിച്ചായിരിക്കും താഴോട്ട് വരുന്നത്. ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് കാണിക്കാം. അത്രയും വേർഡ്സും കൂടെ താഴോട്ട് വന്നു. അപ്പോൾ ഇതല്ല നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമുക്കിത് നേരത്തെയുള്ള പൊസിഷനിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ നേരത്തെയുള്ള പൊസിഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒന്നുകിൽ നമുക്ക് ബാക്ക് സ്പേസ് എന്ന് എഴുതിയിരിക്കുന്ന കീ പ്രസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഈ ഒരു പ്രവൃത്തി നമുക്ക് അൺഡു ചെയ്യാനായിട്ട് ഈ ആരോ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കീബോർഡിലെ കൺട്രോൾ എന്നെഴുതിയിരിക്കുന്ന കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സെഡ് എന്ന കീ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ 3 വിധത്തിൽ നമുക്കിതിനെ തൊട്ട് മുന്നേ ഉള്ള ആ ഒരു പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ കേഴ്സർ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് ആദ്യം നമ്മൾ കേഴ്സർ എക്സ്ട്രീം റൈറ്റിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന ശേഷം അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 6ൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ കേഴ്സർ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവിടെ മൗസ് പോയിൻ്റർ ഈ ഒരു ഐഫോമിൽ കാണുന്നതാണ്. അതവിടെ കൊണ്ടുവന്ന് വെച്ച ശേഷം ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ കേഴ്സർ ഇവിടെ വന്നു. ഇനിയും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് വേർഡ്സ് ഒന്നുമില്ല താഴോട്ട് വരാനായിട്ട്. അപ്പോൾ താഴേക്ക് തന്നെ വരുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് എൻ്റർ ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. ഇനി മറ്റൊരു മെത്തേഡ്, ഇപ്പോൾ ഈ കേഴ്സർ ഞാൻ തിരികെ ഇവിടെ കൊണ്ടുപോവുകയാണ്. ഒരു തവണ നമ്മൾ ഇവിടെ വന്നതാണ്. ആ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു സ്പേസിലേക്ക് ഇനി ഈ കേഴ്സർ കൊണ്ടുവരാനായിട്ട് ഞാൻ മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന ശേഷം ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ആ കേഴ്സർ ഇവിടെ വന്നു.
എന്നാൽ ഇതിന് താഴോട്ടുള്ള സ്പേസിലോട്ട് നമ്മൾ ഒരു തവണ പോലും ടൈപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് താഴോട്ട് വരികയോ സ്പേസ് ബാർ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് താഴോട്ട് വരികയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യാത്ത ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാത്ത ഏരിയയിലേക്ക് സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കേഴ്സർ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് ഈ ഒരു മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് വരികയില്ല. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളിലേക്ക് കേഴ്സർ കൊണ്ടുവരാനായിട്ട് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ കേഴ്സർ അവിടെ നിന്ന് ഇവിടേക്ക് വന്നു. ഇപ്പോൾ കേഴ്സർ ഇവിടെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഡയലോഗ് എന്ന വേർഡ് നമ്മൾ കട്ട് ചെയ്തു, അത് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പേസ്റ്റ് എന്നുള്ള കമാൻഡിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ പേസ്റ്റ് എന്നുള്ള കമാൻഡും ആക്റ്റീവ് ആയിരിക്കുന്നത് കാണാം. ഇവിടെ ആ പിക്ചറിന് ഒരു കളറൊക്കെ വന്നിരിക്കുന്നത് കാണാം. അതായത് ഈ കമാൻഡ് നമുക്കിപ്പോൾ യൂസ് ചെയ്യാം. കാരണം എന്താണ്? കട്ട് ചെയ്ത് ഒരു ഐറ്റം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എടുത്ത് പേസ്റ്റ് ചെയ്യാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ മൗസ് പോയിൻ്റർ ഈ ഒരു പിക്ചറിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിവിടെ പേസ്റ്റായി. ഇങ്ങനെയാണ് ഒരു ഐറ്റം കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത്. ഇനി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കോപ്പി ചെയ്യുക എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ഇപ്പോൾ ബോക്സ് എന്നുള്ള വാക്കാണ് കോപ്പി ചെയ്യുന്നതെങ്കിൽ ബോക്സ് എന്നുള്ള വാക്ക് ഇവിടെ കാണും. നേരത്തെ സംഭവിച്ചതുപോലെ ഡയലോഗ് എന്നുള്ള വേർഡ് ഇവിടെ നിന്ന് കട്ടായി പോയതുപോലെ പോകാതെ ബോക്സ് എന്നുള്ള വാക്ക് ഇതുപോലെ തന്നെ ഇവിടെ കാണും. അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാവുന്നതുമാണ്. ഇങ്ങനെ കോപ്പി ചെയ്യാനും നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യണം. അതിനുശേഷം കോപ്പി, അവിടേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുപോയി അവിടെ ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്യുക. ഇനിയാണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത സ്ഥലമാണ്, അതുകൊണ്ട് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കേണ്ട കാര്യമില്ല, സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്താൽ മതി. അതിനുശേഷം പേസ്റ്റ്, അതിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുപോയിട്ട് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അതിവിടെ പേസ്റ്റ് ആയിരിക്കുന്നത് കാണാം. കട്ട്, കോപ്പി, പേസ്റ്റ് ഈ 3 കമാൻഡ്സും നമുക്ക് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ സിംഗിൾ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ്. അതിന് നമുക്ക് ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഈ ആദ്യത്തെ ബോക്സ് ലോഞ്ചർ അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ പുറത്തെവിടെയെങ്കിലും വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ബോക്സ് വരും, പക്ഷേ ഇവിടെ ആ സെലക്ഷൻ പോയതുകൊണ്ട് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്തിട്ട് ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് തന്നെ മൗസ് പോയിൻ്റർ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കട്ട്, കോപ്പി, പേസ്റ്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇത് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ കട്ടാണ് നമുക്ക് ആവശ്യമെങ്കിൽ കട്ട് എന്നുള്ള ഭാഗത്തേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരിക, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കട്ടായി. പിന്നീട് ഇത് പേസ്റ്റ് ചെയ്യേണ്ട ഭാഗത്ത് നമുക്ക് കൊണ്ടുപോയി മൗസ് പോയിൻ്റർ ഒന്ന് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഇമേജിലൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിവിടെ പേസ്റ്റ് ആയിരിക്കുന്നത് കാണാം. ഇനി ഫോമാറ്റ് പെയിൻറ്റർ എന്ന കമാൻഡ് എന്താണെന്ന് നോക്കാം. ഫോമാറ്റിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കമാൻഡാണിത്. ഫോമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ ഒരു ലെറ്ററിൻ്റെയോ അതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈല് മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറ്റുക, സൈസ് മാറ്റുക എന്നിവയൊക്കെ ഫോമാറ്റിംഗ് ആണ്. ഇപ്പോൾ ഉദാഹരണമായി ബോക്സ് എന്നുള്ള വേർഡിലെ ആ ഫോണ്ടിനൊക്കെ റെഡ് കളർ കൊടുക്കണമെങ്കിൽ ആദ്യം ബോക്സ് എന്നുള്ള വേർഡ് സെലക്ട് ചെയ്യുക, പിന്നീട് ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ വേർഡ്സിൻ്റെ ലെറ്റേഴ്സിൻ്റെ കളറ് റെഡ് ആയിരിക്കുന്നത് കാണാം. ഇനി ഇതേ സെയിം കളേഴ്സ് നമുക്ക് താഴോട്ടും വേണമെങ്കിൽ ഓരോന്നും ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഫോമാറ്റ് പെയിൻറ്റർ ഒന്ന് സെലക്ട് ചെയ്യുക, ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ അടുത്ത വേർഡിലേക്ക് വരിക. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്രഷ് പോലെ നമുക്ക് കാണാം. അതിനുശേഷം ഈ വേർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഫോമാറ്റിംഗ് ഇതിന് ആയിരിക്കുന്നത് കാണാം. എന്നാൽ അതേ ഫോമാറ്റിംഗ് താഴേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമുക്ക് ആ ബ്രഷ് ഇപ്പോൾ അവൈലബിൾ അല്ല. മാത്രമല്ല ഫോമാറ്റ് പെയിൻറ്റർ എന്നുള്ളത് ഇപ്പോൾ ഇനേബിളായി കിടക്കുന്നില്ല. നമുക്ക് വീണ്ടും വീണ്ടും താഴോട്ടുള്ള വേർഡ്സിനോ അല്ലെങ്കിൽ സെൻറ്റൻസിനോ ഒക്കെ ഈ സെയിം ഫോമാറ്റിംഗ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫോമാറ്റ് പെയിൻറ്ററിൽ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ഫോമാറ്റിംഗ് ഞാൻ കളയുകയാണ്, അൺഡു ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി സെലക്റ്റഡ് ആയി കിടക്കുകയാണ്. ഇതൊന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്, റെഡ് കളർ. ഇനി ഈ ഫോമാറ്റിംഗ് നമുക്ക് താഴോട്ടുള്ള ഈ 2 ഇടത്തേക്കും വേണമെങ്കിൽ
ഇപ്പോൾ ഇത് സെലക്റ്റഡ് ആയി കിടക്കുകയാണ്. അഥവാ സെലക്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത ശേഷം വേണം ഫോർമാറ്റ് പെയിൻറ്ററിലേക്ക് പോകേണ്ടത്. അത് നേരത്തെ ചെയ്തതുപോലെ ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാനായാലും ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പോലെ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാനായാലും ആദ്യം നമ്മളിത് സെലക്ട് ചെയ്യണം. ഏത് ഭാഗത്തുള്ള ഫോർമാറ്റിംഗ് ആണോ നമുക്ക് താഴോട്ടല്ല ആവശ്യം അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് ആവശ്യം, അപ്പോൾ ആ ഭാഗം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ അതിലേക്ക് പോവുക. നമുക്ക് താഴോട്ട് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെയ്യാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിനായിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ബ്രഷ് ഇവിടെ ഇനേബിളായി കിടക്കുന്നത് കാണാം. അതുപോലെ ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് എഴുതിയിരിക്കുന്നതും ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് അതും ആക്റ്റീവ് ആയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതേ സെയിം ഫോർമാറ്റിംഗ് നമുക്ക് ഇവിടെയും കൊടുക്കാം. വീണ്ടും ആ ബ്രഷ് ആക്റ്റീവായി തന്നെ കിടക്കുകയാണ്. ഇനി ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടേക്ക് വന്ന് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെലക്ഷൻ മാറാൻ പുറത്ത് ഇവിടെ എവിടെയെങ്കിലും വെച്ച് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തതായി ലോഞ്ച് ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ബോക്സ് ലോഞ്ചർ എന്നത് കാണാം. അതായത് നമ്മൾ കട്ട് ചെയ്യുകയും കോപ്പി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഐറ്റംസാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം ഏതെങ്കിലും ഒരു ഐറ്റം കോപ്പി ചെയ്ത് അതിനുശേഷം ഒന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഐറ്റമാണോ കോപ്പി ചെയ്തത് അതായിരിക്കും പേസ്റ്റ് ആവുന്നത്. അതിന് മുന്നേ കോപ്പി ചെയ്തത് ആയിരിക്കില്ല. എന്നാൽ നമ്മൾ കുറേ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ മുന്നേ എപ്പോഴെങ്കിലും കട്ട് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ചെയ്ത ഐറ്റം തന്നെ വീണ്ടും നമുക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുത്ത് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് കഴ്സർ കൊണ്ടുവന്ന ശേഷം നമുക്കിവിടെ നിന്ന് ഏത് വേർഡാണോ ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതവിടെ പേസ്റ്റ് ആകും. ഇതിലുള്ള എല്ലാ ഐറ്റംസും പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളിടത്ത് കഴ്സർ കൊണ്ടുവന്ന ശേഷം പേസ്റ്റ് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെയുള്ള എല്ലാ ഐറ്റംസും ക്ലിയർ ആവുന്നതാണ്. ഈ ബോക്സ് ക്ലോസ് ചെയ്യാൻ എക്സ് എന്നുള്ള ഈ മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ ആരോ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാം. മൂവ്, സൈസ്, ക്ലോസ് എന്നിങ്ങനെ. ഈ ക്ലോസ് സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്കിത് ക്ലോസ് ചെയ്യാവുന്നതാണ്. മൂവ് എന്നുള്ളത് നമുക്ക് ഈ ബോക്സ് മറ്റെവിടെയെങ്കിലും മൂവ് ചെയ്തുകൊണ്ട് വെക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഒരു 4 സൈഡഡ് ആരോ ആയി നമ്മുടെ മൗസ് പോയിൻ്റർ നമുക്ക് കാണാവുന്നതാണ്. ഇനി മൗസ് നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ ഏത് ഡയറക്ഷനിലാണോ ഡ്രാഗ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ഈ ക്ലിപ്പ് ബോർഡിൻ്റെ ഈ ബോക്സ് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുവയ്ക്കാവുന്നതാണ്. അതവിടെ ഫിക്സ് ചെയ്യാനായിട്ട് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നീട് സൈസ് ചേഞ്ച് ചെയ്യാൻ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൗസ് പോയിൻ്റർ ഇതുപോലെ ഒരു ഡബിൾ സൈഡഡ് ആരോ ആയിട്ട് വരും. അത് നമുക്ക് മൗസ് നീക്കുന്നതനുസരിച്ച് ചെറുതാക്കാനും വലിയ സൈസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതും ലെഫ്റ്റ് ക്ലിക്ക് ഒന്ന് ചെയ്യുകയാണെങ്കിൽ അതവിടെ ഫിക്സ് ആകുന്നതാണ്. നമുക്കിത് ക്ലോസ് ചെയ്യാം. അതുപോലെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് അൺഡു ചെയ്യാനാണ് നമ്മൾ ഈ ആരോ യൂസ് ചെയ്യുന്നതെന്ന്. പിന്നെ അൺഡു ചെയ്തതിനെ വീണ്ടും നമുക്ക് റീഗെയിൻ ചെയ്യാൻ റീഡു എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ചെറിയ ആരോയിൽ പ്രസ് ചെയ്താൽ ഇതേപോലെ വേറെയും കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇപ്പോൾ സേവ് എന്നുള്ള വേർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടിക്ക് മാർക്ക് കാണാം. അതുപോലെ അൺഡു, റീഡു അതിൻ്റെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ ടിക്ക് മാർക്ക് കാണാം. അതായത് ഈ ഓപ്ഷൻസൊക്കെ ഇവിടെ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. സേവിൻ്റെ ഇമേജാണ് ഈ കാണുന്നത്. അതായത് നമ്മളൊരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് സേവ് ചെയ്യാനുള്ള ഇമേജാണ് ഈ കാണുന്നത്. ഈ ന്യൂ, ഓപ്പൺ, ഇമെയിൽ, ക്വിക്ക് പ്രിൻറ്റ് എന്നീ കമാൻഡുകളെല്ലാം ഇതേപോലെ നമുക്കിവിടെ ഇങ്ങനെ പിൻ ചെയ്ത് ഇടാവുന്നതാണ്. ന്യൂ എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ഇമേജ് ഇവിടെ വന്നു. അതായത് ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാൻ സാധാരണ രീതിയിൽ നമ്മൾ ന്യൂ ഡോക്യുമെൻറ്റ് ഇപ്പോൾ ഇത് ടൈപ്പ് ചെയ്തുകൊണ്ട് നിൽക്കവേ തന്നെ നമുക്കൊരു ന്യൂ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ ഫയൽ സെലക്ട് ചെയ്യും, പിന്നീട് ന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യും. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യും. ഇങ്ങനെയാണ് ന്യൂ ഡോക്യുമെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഫയലിൽ പോയി അങ്ങനെ എടുക്കാതെ വളരെ വേഗത്തിൽ ന്യൂ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ന്യൂ ഡോക്യുമെൻറ്റ് നമുക്ക് ഓപ്പൺ ആയി വരും. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ ഉള്ള ഓപ്ഷൻസ് ഏതെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനും ഈ ഒരു ആരോ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടാത്ത കമാൻഡിൻ്റെ നേരെ മൗസ് പോയിൻ്റർ കൊണ്ടുവരിക, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ന്യൂവിൻ്റെ ഇമേജ് അങ്ങ് പോയി.
ഇവിടെ നമ്മൾ നോക്കിയാൽ ന്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടിക്ക് മാർക്കും പോയിരിക്കുന്നത് കാണാം. കൂടുതൽ വർക്കുകൾ വളരെ പെട്ടെന്ന് ചെയ്യേണ്ട സാഹചര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓരോ കമാൻഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫയൽ എന്ന് കൊടുത്തിരിക്കുന്നതിനുള്ള കുറച്ച് ഓപ്ഷൻസ് ഓപ്പൺ, സേവ് ആസ് അതൊക്കെ നമുക്ക് കുറച്ചുകൂടി പഠിച്ച ശേഷം നോക്കാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കമാൻഡ്സ് ഉണ്ട്. അതൊക്കെ പഠിച്ച ശേഷം നമുക്ക് ലെറ്ററും മറ്റും ടൈപ്പ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കമാൻഡ്സ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ ആദ്യം ഇമ്പോർട്ടൻറ്റ് കമാൻഡ്സ് പഠിച്ച് പിന്നീട് നമുക്ക് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.